ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നീണ്ട കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഒരു ആക്ഷൻ ക്യാമറ നോക്കിയിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ കുറേ ക്യാമറ നോക്കിയിട്ട് അവസാനം നമ്മളൊരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ക്യാമറയാണ് വാങ്ങിച്ചതെന്ന്. നമ്മുടെ ഇൻസ്റ്റാ 360 ഉള്ള ട്വിൻ എഡിഷൻ. ഇതാണ് നമ്മുടെ ക്യാമറ, ഇൻസ്റ്റാ 360 ഉള്ള ട്വിൻ എഡിഷൻ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ ആൾക്കാർ അടിഞ്ഞിട്ടിട്ടുണ്ട്. ഞാനിനി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, അതുപോലെ എനിക്ക് ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഒന്നും കറക്റ്റ് അറിയില്ല. ഇതെടുക്കാൻ കുറച്ച് മെയിൻ കാരണങ്ങളുണ്ട്, അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ തന്നെ കുറേ അധികം ആക്ഷൻ ക്യാമറ നമുക്ക് ഇപ്പം തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ ഡി ജെ ആയാലും നമ്മൾ ഗോപ്രോ ആയാലും നമ്മൾ ഇൻസ്റ്റ ആയാലും കുറേ അധികം ആക്ഷൻ ക്യാമറ നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗോപ്രോ ആയിരുന്നു, നമ്മുടെ ഇൻസ്റ്റാ 360 1R ആയിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ക്യാമറ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ 360 1R. ഇത് ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ 360 ലെൻസാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ 360 ലെൻസ് അവൈലബിൾ ആണ്, നമ്മുടെ 1" ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 1" ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഗോപ്രോ മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണയായിട്ടുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ 360 ലെൻസാണ്. ഇതുകൂടി ഉള്ളതാണ് ഈ ക്യാമറ സെലക്ട് ചെയ്യാൻ മെയിൻ കാരണം. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് നമുക്ക് ഈ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ നമ്മൾ വീഡിയോ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഈ ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് കിട്ടും, നമ്മൾ ചരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റ് കിട്ടും. പക്ഷേ ഈ 360 ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ ആ ടൈമിൽ തന്നെ നമുക്ക് പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഗോപ്രോ നമുക്ക് ചരിച്ചോ അല്ലെങ്കിൽ നേരെ നമുക്ക് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു ക്യാമറയാണ്, കാരണം ഇതെല്ലാം ഒരു മോഡുലർ ക്യാമറയാണ്. ഇത് നമുക്ക് പീസായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബാറ്ററി ബേസ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഇത് നമ്മുടെ 360 ലെൻസ് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ മെയിൻ ഡിസ്പ്ലേ ആൻഡ് അതിൻ്റെ ബോർഡും കാര്യങ്ങളും വരുന്ന മെയിൻ മൊഡ്യൂൾ. ഈ ഡിസ്പ്ലേ നമുക്ക് തിരിച്ച് മറിച്ച് വയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കണക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിസ്പ്ലേ നമ്മുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത ടൈമിൽ നമുക്കിത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മോഡൽ നമുക്ക് ബാക്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം കൂടി വെച്ചാൽ. അടുത്തായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് 500 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ബുള്ളറ്റ് ആയിട്ട് നല്ല രീതിയിൽ വൈബ്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ ഗോപ്രോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് നമ്മൾ റൈഡൊക്കെ പൊയ്ക്കൊണ്ട സമയത്ത് നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യും. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ ക്യാമറ തന്നെ ഫീറ്റാവും, താഴെട്ടാവും. നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ക്യാമറ നേരെയാണോ ചരിഞ്ഞാണോ ഇരിക്കുന്നതല്ല. അങ്ങനെ കുറേ വീഡിയോ ഫുട്ടേജ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടി ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ 360 ക്യാമറ എടുത്തത്. കാരണം നമുക്ക് ഈ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ക്യാമറ കുറച്ച് താഴ്ന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാലും നമുക്ക് അതിന് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫീൽഡ് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഞാനും ഇത് നല്ലൊരു യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു 1 month കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു യൂസർ റിവ്യൂ നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ഇനിയും കാണുന്നത്. പിന്നെ സൈനിങ് ഓഫ്.